കരയല്ലുപ്പാ അല്ല വേണം അമ്മ പോയേന്ന് ഞാൻ പോയേന്ന് ഉപ്പ കരയല്ല പോയേന്ന് ഉപ്പ കരയല്ലുപ്പാ കാണരുത് ഞങ്ങൾക്ക് ഒരു ഇല്ല കാണണ്ട ഞങ്ങൾക്ക് കുഴപ്പമില്ല കാര്യമില്ല എന്റെ ഉപ്പാനെ എല്ലാരും ഒന്ന് സഹായിക്കണം നമുക്ക് ഉപ്പ അല്ലാണ്ട് വേറെ ആരുമില്ല എല്ലാരും സഹായിക്കും എന്റെ ഉപ്പാനൊക്കെ ഒന്നും കൂടി കാണാൻ പോകുന്നില്ല എന്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അറിയില്ല കരയുമ്പല്ലോ ഞങ്ങൾക്ക് സങ്കടോ നിങ്ങൾക്ക് അറിയുന്നായിട്ട് അവർക്ക് അറിയുന്നേ ഇല്ല മക്കളോടുണ്ട് കരയല്ല ഉപ്പ കരയുന്നായിട്ടാണ് അവർക്ക് സങ്കടായ നിങ്ങൾക്ക് അറിയില്ല കരയറ് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് അറിയുന്നല്ലോ ഞങ്ങൾക്ക് സങ്കടം വരുന്നേ നിങ്ങൾക്ക് കരയറ് എല്ലാം മാറും എല്ലാം മാറിയിട്ട് നല്ലയാവും ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ ഞങ്ങൾ ഉപ്പാനെല്ലാരും സഹായിക്കണം നമുക്ക് ഉപ്പല്ലാണ്ട് വേറെ ആരുമില്ല ഉപ്പ ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എല്ലാരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഈ രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ആ പിതാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വളരെ വേദനയോടുകൂടി അതീവ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും സഹായിച്ചാൽ മാത്രമേ ആ ജീവൻ തിരിച്ചു ലഭിക്കാനൊരു സാധ്യത നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ. ആക്രി കച്ചവടം ചെയ്ത് വളരെ നല്ല രീതിയിൽ കുടുംബം പുലർത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് അതീവ ദയനീയമായ ഗുരുതരാവസ്ഥയിൽ ICUവിൽ ചികിത്സയിൽ കഴിയുന്നത്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ ആലക്കോട് പഞ്ചായത്തിലെ നെടുവോട് എന്ന പ്രദേശത്ത് താമസിക്കുന്ന സുബൈർ എന്ന നാടിനും വീടിനുമേറെ പ്രിയപ്പെട്ട സഹോദരന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് തലയൊഴികെ മറ്റു ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും അതീവ ഗുരുതര പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ICUവിൽ ചികിത്സയിലാണ്. അപകടത്തിൽ വാരിയെല്ല് പൊട്ടി ലെൻസിന് ഡാമേജ് സംഭവിച്ച് രക്തം വന്നുകൊണ്ടിരിക്കുക. അതിനു പുറമെ ഇടിപ്പെല്ലും പൊട്ടിയിട്ടുണ്ട്. കൈകാലുകളുടെ എല്ല് പൊട്ടി വലത്തെ കൈയുടെ തൊലി പൂർണ്ണമായും പോയി. അത് പ്ലാസ്റ്റിക് സർജറി ഉടനടി ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 3 സർജറി കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ ചെലവായിട്ടുണ്ട്. സർജറികൾക്കും തുടർ ചികിത്സയ്ക്കും എല്ലാം ഉൾപ്പെടെ ഇനിയും 50 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അതീവ ദയനീയമായ വളരെ സങ്കടകരമായ ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാതെയും പോകരുത്. ഒന്നും ഉണ്ടാവില്ല കേട്ടാ. നിങ്ങൾ കരയുന്ന മക്കൾ തളരൂലേ? എന്റെ കാല് പോയി, എന്റെ കാല് കയ്യില് പോയത് എന്റെ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ മക്കളുടെ പിതാവിന്റെ ചികിത്സ മുടങ്ങാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ വളരെ എമർജൻസി ആയി നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിനോട് കരുണ കാണിക്കണേ. സുബൈറിന്റെ ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. UPI ട്രാൻസാക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ നിങ്ങളുടെ സഹായം നേരിട്ട് അക്കൗണ്ടിലോ സ്കാനർ വഴിയോ ഒന്ന് അയക്കാൻ ശ്രമിക്കണേ. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്.